സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് വരുവാനും ദൈവവചനത്തിൻ്റെ മുൻപാകെ അല്പസമയം ചിലവഴിക്കുവാനും ദൈവം ഏകിത്തന്നിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്നത് ശൂന്യമായ പടക് കണ്ടുകൊണ്ട് വല്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന പത്രോസിനെയും കൂടെ ഉള്ളവരെയുമാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വല്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്നതായ ഒരു കൂട്ടം ആളുകൾ. രാവിലെ അവരുടെ അധ്വാനമെല്ലാം കഴിഞ്ഞ് അവരവരുടെ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ശൂന്യമായ കരങ്ങളോടുകൂടെ കയറി ചെല്ലുന്നത് എത്രമാത്രം സങ്കടകരമായ ഒരു കാര്യമാണ്. ആ നിലയിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന പത്രോസിനെയും കൂടെ ഉള്ളവരെയും കർത്താവ് സന്ധിക്കുന്നതായ ഒരു ചിത്രമാണല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് നൽകുന്നത്. പത്രോസിൻ്റെ പടകിലേക്ക് കയറിയ കർത്താവായ യേശുക്രിസ്തു പത്രോസിനോട് പറയുകയാണ്, ഈ പടക് കരയിൽ നിന്ന് ഒരല്പം നീക്കണം. അങ്ങനെ പറഞ്ഞതിലൂടെ 2 കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഉദ്ദേശിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒന്ന്, കരയിൽ നിൽക്കുന്ന പുരുഷാരത്തിൻ്റെ അരികിൽ നിന്ന് പത്രോസിനെ ഒരല്പം മാറ്റി നിർത്തണം. 2, കർത്താവ് സംസാരിക്കുന്നത് പുരുഷാരത്തോടാണെങ്കിലും ലക്ഷ്യം വെച്ചിരിക്കുന്നത് പത്രോസിനെയാണ്. പത്രോസിൻ്റെ സ്വഭാവം നന്നായിട്ട് കർത്താവിനറിയാം. ഒരുപക്ഷെ തൻ്റെ വാക്കുകളിൽ പത്രോസിന് ഇഷ്ടമില്ലാതെ വന്നാൽ ഈ സംസാരത്തിൻ്റെ ഇടയിൽ വെച്ച് പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി ഒരുപക്ഷെങ്കിൽ തിരികെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്രോസിനെ പടകിൽ തന്നെ ഇരുത്തുവാനായിട്ടായിരിക്കണം കർത്താവ് ഈ പടകിനെ കരയിൽ നിന്ന് ഒരല്പം നീക്കണം എന്നാവശ്യപ്പെട്ടതെന്നും ഞാൻ വിചാരിക്കുകയാണ്. എന്തായിരുന്നാലും പത്രോസിനെ അറിയിക്കേണ്ടുന്നതായ കാര്യങ്ങളെല്ലാം കർത്താവ് പുരുഷാരത്തോട് സംസാരിക്കുന്നതിലൂടെ പത്രോസിനെ കേൾപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമായിട്ട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ. അപ്പോൾ പത്രോസ് പറഞ്ഞു, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നോക്ക്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ശൂന്യമായ കരങ്ങളോടുകൂടെ നിരാശയോടുകൂടി നിൽക്കുന്ന പത്രോസിനെയും കൂടെ ഉള്ളവരുടെയും ചിത്രം നമ്മുടെ മനസ്സിൽ ഒന്ന് കാണുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പത്രോസിൻ്റെ ദുഃഖം മറ്റുള്ളവരെക്കാൾ ഒരു പടി കൂടെ കൂടുതലാണെന്ന് ഞാൻ കരുതുന്നു. കാരണം പത്രോസ് പടകിൻ്റെ ഉടമസ്ഥനാണ്. ആ നിലയിൽ താൻ മറ്റുള്ളവരെക്കാൾ ഒരു പടി കൂടെ നിരാശാബാധിതനായി തീർന്നിരിക്കുന്നു. പലപ്പോഴും നാം ഇതേപോലെ നിരാശാബാധിതരായി തീരാൻ സാധ്യതയുണ്ട്. പല നിലകളിൽ നാം നിരാശയുള്ളവരായി തീരാം. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടായിരിക്കാം, ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ടായിരിക്കാം, ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടിയവരായിരിക്കാം. എന്തായിരുന്നാലും ഒരു വലിയ ശൂന്യത ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ധാരാളം ആളുകൾ ഒരുപക്ഷെ എൻ്റെ വാക്കുകളെ കേൾക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ എല്ലാം നേടിയിട്ടും ഒരു വലിയ ശൂന്യത. ആ ശൂന്യത നികത്തുവാൻ ആർക്ക് സാധിക്കും? ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾക്കോ പണത്തിനോ ഈ ലോകത്തിൻ്റെ സന്തോഷത്തിനോ ഒന്നും നികത്തുവാൻ സാധ്യമല്ലാത്തൊരു വലിയ ശൂന്യത എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടാകാം. ആ ശൂന്യത നികത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല എന്ന് ദൈവവചനം പറയുകയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമത്തിനും ആ ശൂന്യത നികത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് അടുത്തു വരിക, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തി കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന നമ്മെ ചേർക്കുവാൻ വേഗം വരുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ശൂന്യത നികത്തിയെടുക്കുവാൻ സാധിക്കും എന്ന് ദൈവവചനം പറയുകയാണ്. യേശു കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ച പത്രോസിൻ്റെ ശൂന്യമായ പടകിനെ നിറച്ച് അത്ഭുതം കാണിച്ച് അവനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിച്ചു. അതേപോലെ ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ശൂന്യത പൂർണ്ണമായും മാറ്റി അവരെ നിറയ്ക്കുവാൻ കർത്താവിന് സാധിക്കും. യേശു കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച്
ജീവിതത്തിൻ്റെ നിരാശ പൂർണ്ണമായി മാറ്റിയെടുത്ത് ജീവിത പടകിനെ നിറഞ്ഞ അനുഭവത്തിലാക്കി തീർത്ത എല്ലാ ദൈവമക്കൾക്കായും ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആരെങ്കിലും ഈ നിലയിലേക്ക് വരുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ലതും വിശേഷതയേറിയതുമായ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, പത്രോസിൻ്റെ ജീവിതത്തിലെ നിരാശ മാറ്റിക്കൊടുത്ത ദൈവം, തൻ്റെ ശൂന്യമായ പടകിനെ നിറച്ചു കൊടുത്തവനായ ദൈവം ഇന്നും ജീവിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടും ശൂന്യത അനുഭവിക്കുന്ന ജീവിതങ്ങളെ ഇന്ന് രാവിലെ അവിടുത്തെ വചനത്താൽ നിറച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. തേടി വന്ന് വീണ്ടെടുത്ത ദൈവസ്നേഹത്തിൻ ശ്രേഷ്ഠ ശബ്ദം ഓരോ ദിനവും കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. അങ്ങേ പിരിയാൻ ആവില്ല നാഥ, നിന്നോടെനിക്കുന്നു സ്നേഹമാ. അങ്ങേ പിരിയാൻ ആവില്ല നാഥ, നിന്നോടെനിക്കുന്നു സ്നേഹമാ. കാന്തനാഥ വന്നിടണേ വേഗം, എന്നെയും ചേർക്കണേ നിൻ സന്നിധി. കാന്തനാഥ വന്നിടണേ വേഗം, എന്നെയും ചേർക്കണേ നിൻ സന്നിധി. നീയില്ലാത്ത ജീവിതം ശൂന്യമാ, നീയില്ലാത്ത നാളുകൾ വ്യർത്ഥമാ. നീയില്ലാത്ത ജീവിതം ശൂന്യമാ,